ഈ കേരളത്തിലെ ഇപ്പം ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട് ആവർത്തിച്ച്, കേരളത്തിലെ ഏതു ക്യാമ്പസിനകത്തേക്കും എസ് എഫ് ഐക്ക് അല്ലെങ്കിൽ എസ് എഫ് ഐ ഇടപെടുന്നതോ അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് കൂടുതൽ പ്രവർത്തകരുള്ളതോ അല്ലാത്തതോ ആയ ഏത് ക്യാമ്പസിനകത്തേക്കും ഈ നാട്ടിലെ മാധ്യമങ്ങളെ മുഴുവൻ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ക്യാമ്പസിനകത്ത് വന്നാൽ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ കാണാം, വിദ്യാർത്ഥികളോട് ചോദിക്കാം. ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയണം. 2 ദിവസം കൊണ്ട് അത് സ്ഥാപിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു ഇടിമുറി ഉണ്ട് എന്നുള്ളത്. ഇതിൽ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ ക്യാമ്പസിനകത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആ നിലയ്ക്കുള്ള ഒരു ഇടിമുറിയും ഒരു ക്യാമ്പസിനകത്തും ഇല്ല. ഒരു ക്യാമ്പസിനകത്തും അത്തരത്തിലുള്ള ഒരു ഇടിമുറിക്കും എസ് എഫ് ഐ നേതൃത്വം കൊടുക്കില്ല. അങ്ങനെ ഇടിമുറികളിലൂടെയല്ല എസ് എഫ് ഐ വളർന്നു വന്നിട്ടുള്ളത്. കേരളത്തിലെ ചില ക്യാമ്പസുകൾക്കകത്ത് ഇടിമുറി ഉണ്ടായിരുന്നു. എവിടെ? പാമ്പാടി നെഹ്റു കോളേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇടിമുറി. ചില സ്വാശ്രയ മാനേജ്മെന്റുകൾ തീർത്ത ഇടിമുറികൾ ക്യാമ്പസുകൾക്കകത്തുണ്ടായിരുന്നു. ആ ഇടിമുറികൾ പൊളിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സംഘടനയാണ് എസ് എഫ് ഐ. ഇനി അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് കേരളത്തിലെ എസ് എഫ് ഐയെ എങ്ങനെ നിങ്ങൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പട്ടികയിൽ പെടുത്താൻ വേണ്ടി തയ്യാറാക്കുക? ഇതുപോലെ ആക്രമിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി കഴിയും? കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ മാത്രം 35 സഖാക്കളെ നഷ്ടപ്പെട്ട പ്രസ്ഥാന എസ് എഫ് ഐ. 35 വിദ്യാർത്ഥികൾ ഇന്ന് ഈ നാടിൻ്റെ നേതൃത്വമാകേണ്ടിയിരുന്ന ആളുകൾ. ആ ആളുകളെ നഷ്ടപ്പെട്ട സംഘടന എസ് എഫ് ഐ. അങ്ങനെ നഷ്ടപ്പെടുമ്പോഴും തിരിച്ചൊരു ജീവൻ എടുക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ തയ്യാറായിട്ടില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തുമ്പോൾ എന്താ ഈ നാട്ടിലെ കോൺഗ്രസ്? ഇപ്പോൾ ഞങ്ങൾ നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് തെറ്റായ പദപ്രയോഗങ്ങളുണ്ടാകുമ്പോൾ അതിനെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുന്നുണ്ടില്ലേ? ഒരു പ്രസംഗം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗത്തിനകത്തുണ്ടായ തെറ്റായ പദപ്രയോഗങ്ങളെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട്. അത് തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട്. ധീരജിനെ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും ചേർന്ന് കൊന്നു കളഞ്ഞപ്പോൾ ആ കൊലപാതകികളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയും അത് ഇരന്നു വാങ്ങിയ കൊലപാതകമാണെന്ന് പറഞ്ഞ് ആ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയും ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ ഉൾപ്പെടെ ആവർത്തിച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും തയ്യാറായത് KPCCയുടെ പ്രസിഡന്റാണ്. ഒരു വാക്കുകൊണ്ട് തിരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ആ വിദ്യാർത്ഥി എന്നതിനെ കൊല്ലാൻ തയ്യാറായ ആളുകളെ തള്ളി പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ധീരജിൻ്റെ കൊലപാതക കേസിലെ 1ാം പ്രതി സ്റ്റാർ ക്യാമ്പയിനറായി മാറുമ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രിവിലേജുണ്ട് കോൺഗ്രസ്സുകാർക്ക്, വലിയ പ്രിവിലേജുണ്ട് KPCC പ്രസിഡന്റിന്. ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സംസ്കാരം അവർ കാണിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പദപ്രയോഗത്തിലെ തെറ്റുപോലും തിരുത്താനും അത് ഉണ്ടാകരുത് എന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരോട്, ഞങ്ങളുടെ പ്രവർത്തകരോട് ആവർത്തിച്ച് അവരെ തിരുത്താനും ശരിയായ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ. ഞങ്ങളെ അക്രമകാരികളാണ്, ഞങ്ങൾ മൊത്തം ക്രിമിനലുകളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാകുന്നു. ഇത് വളരെ ചെറിയ ശ്രമമൊന്നുമല്ല. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയുകയാണ്. ആഴ്ചകളോളം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യ. സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ 3 പ്രവർത്തകർ അതിനകത്തുണ്ടായിരുന്നു. ആ ആളുകളെ ഞങ്ങൾ പുറത്താക്കി അവരെ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഇന്നലെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലും പറഞ്ഞത് സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കി എസ് എഫ് ഐ എന്നാണ്. ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ നിലയിലൊരു ചിത്രീകരണം നടത്തുന്നതിനും അങ്ങനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി എന്നീ സമൂഹത്തിനകത്തൊരു പൊതുബോധം നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടൽ നടത്തി. ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിലായിരുന്നു അത്. അങ്ങനെ സ്ഥാപിച്ചു. എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒന്നാണോ? ഇനി പോട്ടെ, ഇത് കഴിഞ്ഞ് CBI അന്വേഷണം നടത്തിയല്ലോ. CBI അന്വേഷണം നടത്തി CBI റിപ്പോർട്ട് സമർപ്പിച്ചു കോടതിയിൽ. ഇതിൽ വലിയ ഫോളോ അപ്പ് എടുത്ത കേരളത്തിലെ ഒരൊറ്റ മാധ്യമം 4th ഒരു 3-4 കാർഡിറക്കി. കൈരളി റിപ്പോർട്ട് ചെയ്തു, ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു. വേറെ ഏതെങ്കിലും ഒരു മാധ്യമം ഇത്രയും ഫോളോ അപ്പ് എടുത്ത് ആഴ്ചകൾ നിങ്ങൾ ചർച്ച ചെയ്തതല്ലേ? വലിയ സമരം നടത്തി CBI കൊണ്ടുവന്നതല്ലേ? എന്താ CBI റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ട്? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ആ വിഷയമൊക്കെ ഉണ്ടാകുമ്പോഴും ഞങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോഴും എന്തായിരുന്നു അവിടെ സംഘർഷത്തിൻ്റെ കാരണം എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയാൻ പോയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു നിലയ്ക്കും ആരെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഞങ്ങളെ ആക്രമിച്ചപ്പോൾ പറയുന്നത് മുഴുവൻ കേട്ട് നിൽക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ്. ഞങ്ങൾക്ക് പങ്കില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉണ്ടായ പോരായ്മ ഞങ്ങളുടെ 3 പ്രവർത്തകർ ആ വിഷയം ഉണ്ടായപ്പോൾ അത്
അവസാനിപ്പിക്കേണ്ട ആളുകൾ, ഉത്തരവാദിത്വപ്പെട്ട സംവിധാനങ്ങളെ അറിയിക്കേണ്ട ആളുകൾ, ആ 3 പേരും അതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുമായി എവിടെയെങ്കിലും ലിങ്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണം. അതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി CBI റിപ്പോർട്ട് വന്നല്ലോ. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ CBI അന്വേഷിച്ച് കണ്ടെത്തിയല്ലോ. ആ റിപ്പോർട്ട് ചർച്ചയാക്കുന്നതിന് വേണ്ടി, പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തയ്യാറായോ? എൻ്റെ CBI റിപ്പോർട്ട് വലിയ ആഴ്ചകളോളം ചർച്ച ചെയ്ത വിഷയമല്ലേ? ആ CBI റിപ്പോർട്ടിൽ എന്താണ് CBIയുടെ കണ്ടെത്തൽ എന്ന് നാടറിയണ്ടേ? അത് അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. പോട്ടെ, അതിൻ്റെ തുടർച്ചയിൽ വെറ്റിനറി കോളേജിൽ തെരഞ്ഞെടുപ്പ് നടന്നേ. ആ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നന്നായി അറിയാലോ. സ്വാഭാവികമായും ഇതിനൊക്കെ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ മാനേജ്മെൻറ്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്, ആ തെരഞ്ഞെടുപ്പിൽ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് എന്താ പറയാനുള്ളത് എന്നുകൂടി പൊതുസമൂഹം അറിയണ്ടേ? റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഏകപക്ഷീയമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു SFI ക്രിമിനൽ സംഘമാണ്. ഈ ഘട്ടത്തിലും ആ CBI റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുന്നില്ല കേട്ടോ. അത് ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളെ ചെയ്യരുത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അറിയിക്കാമല്ലോ, നിങ്ങൾ അറിയിക്കുന്നില്ല. അപ്പോൾ പൊതുവെ അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടാക്കി വെച്ചു. SFI കൊന്ന് കെട്ടിത്തൂക്കി, അവിടെ പണി അവസാനിക്കണം, അവിടെ പണി കഴിയണം. അപ്പോൾ ഈ നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളത് ഈ ഘട്ടത്തിൽ വീണ്ടും ആവർത്തിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.